ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജി സ്റ്റോറീസ് ബൈ ഗായത്രി ഗോവിന്ദൻ. അപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ടാന്നല്ലേ, നമ്മൾ നല്ല അടിപൊളി കാശ്മീരി ഹരീസ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഇവിടെ കാശ്മീരി ഹരീസ, അതായത് ഇത് ഉണ്ടാക്കുന്നവരുടെ അടുത്ത് പോവുകയാണെങ്കിൽ 7 to 9 ആണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നേരെ പോയി നല്ല ചൂട് ഹരീസ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് ഒരു കാവ കുടിക്കാനാണ്, കാശ്മീരി കാവ. ആൻഡ് ഇത് ഇവരുടെ ഒരു ടൈപ്പ് ഓഫ് ടീ ആണ്, നമ്മുടെ ആൽമണ്ട്സും കേസറൊക്കെ ഇട്ടിട്ടുള്ളത്. അങ്ങനെ അതും രാവിലെ കുടിച്ചിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതല്ലേ, ഷിക്കാര റൈഡിനായിട്ട് ദാൽ ലേക്കിലോട്ടാണ് കേട്ടോ. എന്ത് സുന്ദരമാണെന്നറിയാവോ. ഞാൻ ആക്ച്വലി മൂവീസിലൊക്കെ മാത്രമേ ദാൽ ലേക്ക് കണ്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ്, ലൈക്ക് നമ്മൾ റിയൽ വേഴ്സസ് റിയൽ എന്ന് പറയത്തില്ല, ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ശ്രീ ശങ്കരാചാര്യരുടെ ഒരു ടെമ്പിളിലോട്ടാണ്. ഇത് ഫുള്ളി ആർമി കൺട്രോൾഡ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്വർക്കോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. മുകളിലോട്ട് പോകും തോറും ജാമർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ. അങ്ങനെ അവിടെ പോയി, അവിടെ ഒത്തിരി നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ടെമ്പിളിനകത്ത് നമുക്ക് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല, പക്ഷെ പുറത്ത് നമുക്ക് ഓക്കെയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിനകത്ത് നമുക്ക് കൽക്കണ്ടാണ് അവിടെ നിന്ന് പ്രസാദമൊക്കെ കിട്ടുന്നത് കേട്ടോ. അവിടെ നിന്നുള്ള വ്യൂ ആണ്, കോടയൊക്കെ നിറഞ്ഞ് എന്ത് ഭംഗിയാണെന്നല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ ഇത്രയും മല കയറി, ഇത്രയും സ്റ്റെപ്പ് കയറി എൻ്റെ മണ്ടയിൽ വന്നു എന്നുള്ളത്. ഭയങ്കര നല്ല അടിപൊളി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഒരു പോസിറ്റീവ് വൈബ്, ഫുൾ ഓഫ് പോസിറ്റീവ് എനർജി, അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് പറയാം കേട്ടോ. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബസ്സിൻ്റെ ഡ്രൈവർ പറഞ്ഞതാണ് ഇവിടെ നിയർ ബൈ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെന്ന്, ചഷ്മേ ഷാഹിയിൽ. അങ്ങനെ അവിടെ വന്നതാണ്. പക്ഷേ ഇവിടെ ഫ്ലവേഴ്സൊന്നും ഇല്ലായിരുന്നു, കുറേ പ്ലാന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നു. ആൻഡ് അതും ഓൾമോസ്റ്റ് ഇലയൊക്കെ പൊഴിഞ്ഞ് നിന്ന്. ആകെപ്പാടെ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ മാപ്പിൾ ലീവ്സിൻ്റെ തന്നെ ഒരു ടൈപ്പ് ഓഫ് വെറൈറ്റി ഭയങ്കര അട്രാക്റ്റീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ആൻഡ് ഇവിടെ തന്നെ നമുക്ക് കാശ്മീരി ഡ്രസ്സ് വിയർ ചെയ്ത് ഫോട്ടോസും റീൽസും എടുക്കാം. നമ്മൾ കാശ്മീരി ഡ്രസ്സ് മാത്രമാണ് ഇടുന്നതെങ്കിൽ 150, വിത്ത് ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് 200 രൂപ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വന്നു. ആൻഡ് ഈ ഒരു ട്രീ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു കൈൻഡ് ഓഫ് അട്രാക്ഷൻ ആയിരുന്നു ഈ ഒരു ട്രീ. വരുന്ന ടൂറിസ്റ്റ് എല്ലാവരും ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. ആൻഡ് ഇതിൻ്റെ പേര് ജിങ്കോ അങ്ങനെ എന്തോ ആണ്. ആൻഡ് ഇതാണ് ഇവരുടെ കാശ്മീരി ഡ്രസ്സ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഫോട്ടോ എടുക്കാം. അങ്ങനെ നമ്മൾ ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞ് നേരെ ഗാർഡനിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇതിൻ്റെ സൈഡിൽ തന്നെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ കുറേ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്, ലഞ്ച് കഴിക്കാനായിട്ട്. ലഞ്ചൊക്കെ കഴിച്ച് നേരെ പോകുന്നത് നിഷാന്ത് ബാഗ് എന്ന് പറയുന്ന ഗാർഡനിലോട്ടാണ് കേട്ടോ. എനിക്ക് കണ്ട ഗാർഡൻസിൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയതും എനിക്ക് അത്യാവശ്യം വ്യൂ ഉണ്ടെന്ന് തോന്നിയതും ഈ നിഷാന്ത് ബാഗ് ആണ് കേട്ടോ. അടിപൊളിയായിരുന്നു. സൺസെറ്റ് വന്നപ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഭംഗി അത് അടിപൊളിയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതായിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം നിഷാന്ത് ബാങ്ക് ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് നേരെ പോകുന്ന ഹസ്രത്ത് ബല്ലിലോട്ടാണ്. ആക്ച്വലി ഞങ്ങൾ ദർഗയ്ക്ക് അകത്ത് കയറിയില്ല, പുറത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിയെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഒരു Day 3 ലോക്കൽ സൈറ്റ് സീയിങ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. അപ്പോൾ ബൈ.